ശശിധരൻ കർത്തയും വീണ വിജയനും തമ്മിലെ ഡീൽ ഇതാ. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിലടക്കം 12 ഇടങ്ങളിൽ ഇന്നലെ പരിശോധന നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ED പരിശോധന എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വീണ വിജയനുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്ത നടത്തിയ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് പ്രാഥമികമായി ഈ ഒരു റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. എന്താണ് വീണ വിജയനും കർത്തയും തമ്മിലുള്ള ബന്ധം? അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ആരാണ് ഈ കർത്ത എന്ന് നമുക്ക് ആദ്യം അറിയേണ്ടതുണ്ട്. അദ്ദേഹം എറണാകുളം മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പുല്ലുവഴി സ്വദേശിയാണ്. ബിരുദ പഠനത്തിന് ശേഷം അദ്ദേഹം 1986 സൗദി അറേബ്യയിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന് അദ്ദേഹം CMRL അഥവാ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ചു. കരിമണൽ ഖനനമായിരുന്നു കമ്പനിയുടെ ഉദ്ദേശം. എന്നാൽ അന്ന് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം ഉണ്ടായിരുന്നില്ല. 2 കമ്പനികൾക്ക് മാത്രമായിരുന്നു അന്ന് കരിമണൽ ഖനനത്തിനുള്ള അനുമതി. അതിലെ ഒന്ന് കേരള സർക്കാർ സ്ഥാപനമായ KMRL-ഉം രണ്ടാമത്തേത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IRE-യും. ഈ 2 സ്ഥാപനങ്ങൾക്ക് മാത്രമേ കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്തയാകട്ടെ നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി സ്വകാര്യ വ്യക്തികൾക്കും കരിമണൽ ഖനനത്തിനുള്ള അനുമതി നേടിയെടുത്തു. ആ ഉത്തരവിൽ സുപ്രീം കോടതി പറയുന്നത് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തിയോ അദ്ദേഹം നടത്തുന്ന കമ്പനിക്കോ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉള്ള നിബന്ധനകൾ സർക്കാരിന് തീരുമാനിക്കാം. അതത് സർക്കാരിന് തീരുമാനിക്കാം. സംസ്ഥാന സർക്കാരിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം ഈ കരിമണൽ ഖനനം, ഏതെല്ലാം തരത്തിലായിരിക്കണം ഈ കരിമണൽ ഖനനം, ആ ഖനനത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ് എന്നായിരുന്നു സുപ്രീം കോടതി വിധിയുടെ പൊരുൾ. ഈ പൊരുൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ വിധിയുടെ മറവിലാണ് ശശിധരൻ കർത്ത ആലപ്പാട്, തൃക്കുന്നപ്പുഴ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി സ്ഥലം വാങ്ങിക്കൂട്ടിയത്. അതിലെ തൃക്കുന്നപ്പുഴയിൽ മാത്രം അദ്ദേഹം 50 ഏക്കർ സ്ഥലമാണ് വാങ്ങിക്കൂട്ടിയതെന്ന് അന്നത്തെ, അതായത് 2014 ADGP ആയ വിൻസെന്റ് പോളിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനിയാണ് കർത്തയുടെ കളി തുടങ്ങുന്നത്. VS അച്യുതാനന്ദനെ പോലും, അതായത് പരിസ്ഥിതിക്ക് വേണ്ടി പോരടിക്കുന്ന VS അച്യുതാനന്ദനെ പോലും മുഖ്യമന്ത്രിയായ സമയത്ത് കയ്യിലെടുത്ത ആളാണ് കർത്ത. കർത്തയുടെ ഈ ഇടപെടൽ നീണ്ടതോടുകൂടി പത്രമാധ്യമങ്ങളാകെ അദ്ദേഹത്തിന് എതിരായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം പ്രതിരോധിച്ചത് ഒരു പത്രം തന്നെ തുടങ്ങിയിട്ടാണ്. മാതൃമലയാളം എന്ന് പറയുന്ന പേരിൽ ഒരു പത്രം തുടങ്ങി തനിക്കെതിരെ വരുന്ന മാധ്യമ വാർത്തകളെ പ്രതിരോധിക്കാൻ കർത്ത ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മാതൃമലയാളം അത്ര ദൂരം നീണ്ടുപോയില്ല. വളരെ പെട്ടെന്ന് അതിൻ്റെ സർക്കുലേഷൻ കുറയുകയും ആ പത്രം പൂട്ടിപ്പോവുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ തുടങ്ങുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി വീണ വിജയനുമായി ഒരു ഇടപാട് നടത്തുകയുണ്ടായി. തൻ്റെ കമ്പനിക്ക് വേണ്ടി CMRL-ന് വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എന്ന നിലയിൽ ഒരു കമ്പനിക്ക് തുടക്കമിട്ടുകൊണ്ടാണ് വീണ വിജയനും കരിമണൽ കർത്തയും തമ്മിലുള്ള ഔദ്യോഗികമായ കൈക്കൂലി ഇടപാടിന് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിന് തുടക്കം കുറിക്കുന്നത്. 2016 ഉണ്ടാക്കിയ കരാർ പ്രകാരം വീണ വിജയന് വ്യക്തിപരമായി 5 ലക്ഷം രൂപയാണ് CMRL നൽകുന്നത്. എക്സാലോജിക്, അതായത് വീണ വിജയന്റെ പേരിലുള്ള തട്ടിക്കൂട്ട് കമ്പനിയായിട്ടുള്ള ഈ എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ. അങ്ങനെ വീണ വിജയന് ഒരു മാസം ലഭിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. അതായത് കരിമണൽ കർത്ത വീണ വിജയന് കൊടുക്കുന്ന മാസപ്പടി എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. 2016 മുതൽ 2026 വരെ അദ്ദേഹം വീണ വിജയന് നൽകിയിട്ടുള്ള പണം എന്ന് പറയുന്നത് 3,28 ലക്ഷം രൂപയാണ്. ഇതിൽ 50 ലക്ഷം രൂപ വായ്പയായിട്ട് 2 തവണയായി കരിമണൽ കർത്ത വീണ വിജയന് നൽകിയിട്ടുണ്ട്. എല്ലാം ബാങ്ക് ഇടപാടുകൾ വഴിയാണ്. ഇതിൽ ഈ 50 ലക്ഷം രൂപയിലെ വായ്പയിലെ 4 ലക്ഷം രൂപ മാത്രമാണ് വീണ വിജയൻ തിരിച്ചടച്ചത്. അങ്ങനെ 2,78 ലക്ഷം രൂപ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ വിജയൻ വാങ്ങിയിട്ടുണ്ട് എന്ന് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ
SFIO കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡ് നടത്തിയതും ഇന്നലെ 12 കേന്ദ്രങ്ങളിൽ കരിമണൽ കർത്തയുടെ സ്ഥാപനങ്ങളടക്കമുള്ള 12 ഇടങ്ങളിലും റെയ്ഡ് നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വീണ വിജയൻ്റെ ഇടപാടുകൾ എല്ലാം തന്നെ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ വീണ വിജയനും കരിമണൽ കർത്തയും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ഇമെയിൽ രൂപത്തിൽ പോലുമുള്ള ആശയവിനിമയം നടത്തിയതായി അറിവില്ല. മാത്രമല്ല വീണ വിജയനും കരിമണൽ കർത്തയും നേരിൽ സംസാരിച്ചതിനും തെളിവുകളില്ല. ആകെ ഉള്ളത് ഡിജിറ്റൽ തെളിവുകൾ മാത്രമാണ്, ബാങ്ക് ഇടപാടുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത് എങ്ങനെ തെളിയിക്കാനാകും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. ഇനി കരിമണൽ കർത്ത വീണ വിജയന് മാത്രമാണോ പണം നൽകിയത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഇനി വീണ വിജയന്റെ എക്സാലോജിക്കിലേക്ക് കരിമണൽ കർത്ത മാത്രമാണോ പണം നൽകിയത് എന്ന് ചോദിച്ചാൽ അല്ല. കിറ്റക്സ് സാബു എക്സാലോജിക്കിന് പണം നൽകിയിട്ടുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജ് എക്സാലോജിക്കിന് പണം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർ വീണയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. അതിലെ KMRL അതായത് കർത്ത നൽകിയ പണ ഇടപാട് മാത്രമാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. ഇതിന് അപ്പുറത്തേക്ക് ED അന്വേഷണം നീളേണ്ടതുണ്ട്. ആരെല്ലാമാണ് എക്സാലോജിക്കിലേക്ക് പണം നൽകിയത്, എത്ര രൂപ അത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ വേര് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.